കൂടുമ്പോൾ ഫുഡ് കുറയും, കൂടുതൽ ആളുകൾക്ക് പട്ടിണിയാവും, അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ സ്ഥലം കുറയും, പിന്നെ ഫോറസ്റ്റ്. ഇന്ന് ലോക ജനസംഖ്യ ദിനമാണ്. അപ്പം ലോകത്തിലെ എല്ലാവരും ഇത് അറിയണമെന്നില്ല. ചില സ്കൂളുകളിലും ചിലർ മാത്രമേ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയത്തുള്ളൂ. ആദ്യം പറഞ്ഞാല് ഫുഡ് കാണത്തില്ല, ഡിഫോറസ്റ്റേഷൻ, കാട് നശിക്കുന്നു, വെള്ളം കിട്ടില്ല, അങ്ങനെ. അതേപോലെ തന്നെ ഈ ജനസംഖ്യ കുറഞ്ഞാലും നമ്മുടെ അവസ്ഥ ഇതേപോലെ ആയിരിക്കും. പുതിയൊരു ലോകം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇതെല്ലാം നശിക്കുമ്പോഴും പുതിയതായിട്ടൊരു ചിന്തകം വന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തേക്ക് പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരാത്തുള്ളൂ. ഈ നശിക്കുന്നതല്ല നമുക്ക് വീണ്ടും എടുക്കാം. നല്ല ജോലികളുണ്ട്. അത് നമ്മുടെ സ്വന്തം നാട്ടുകാർ ചെയ്ത് നടക്കത്തില്ല. എല്ലാവരും ചെയ്താൽ പോരെ. ഏതൊരു പ്രകൃതി വന്നാൽ എല്ലാവർക്കും കിട്ടുമല്ലോ. അതെല്ലാം കിട്ടാതെയാണ് ഞാൻ ചോദിക്കുന്നത്. മുന്നോട്ട് ആൾക്കാരെ നയിക്കാം. പൊല്യൂഷൻ കൂടിയാലും കുറഞ്ഞാലും ഇങ്ങനെയൊന്നും ഇല്ല. എന്നാലും കൂടുന്നതിനെക്കാളും കുറയുന്നതാണ് കുറച്ചും കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അച്ഛൻ ക്രിസ്ത്യാനോ പ്രസവിച്ചത് നാലാമത്തെ മോന. അപ്പൊ നാലാമത്തെ മോനാകുമ്പോ ഈ ജനസംഖ്യ കൂടുതലായോണ്ടല്ലേ ഇത്രയും നല്ലൊരു കളിക്കാരനെ ലോകത്തിന്. കലാമണി അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹം 6ാമത്തെ കുട്ടിയാണ്. അതേപോലെ തന്നെ ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും അദ്ദേഹം 5ാമത്തെ കുട്ടിയാണ്. ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ജനസംഖ്യ കൂടുകയും വേണം, കുറയും വേണം. ഇപ്പൊ ജനസംഖ്യ കൂടിയുള്ള കുഴപ്പമെന്ന് പറയുമ്പോ ഇന്ത്യ പോപ്പുലേഷനിൽ 2ാം സ്ഥാനത്ത് എത്തുന്നത്. ഇപ്പൊ ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ്. ഇപ്പൊ പുരോഗതി ഉണ്ടാകുന്നുണ്ട്, പക്ഷെ പല രാജ്യങ്ങളിൽ കറണ്ട് കിട്ടുന്നില്ല, ഭക്ഷണം കുറവാണ്. ഇപ്പൊ വെള്ളമൊന്നും രാജസ്ഥാൻ പോലത്തെ സ്റ്റേറ്റിലൊന്നും ഇപ്പൊ വെള്ളം എല്ലാം കുറവാണ്. ഇപ്പൊ പോപ്പുലേഷൻ വേണം, എന്തായാലും കുറയും വേണം, രണ്ടിനും നിൽക്കണം. ഇപ്പൊ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കുറെ സംഭവിക്കുമ്പോ മരങ്ങൾ വെട്ടി വെച്ചിട്ടല്ല അവിടെ കൊണ്ട് വെക്കുന്നത്. അപ്പൊ ഈ മഴ, അപ്പൊ കഴിഞ്ഞ വർഷം പ്രളയമുണ്ട്, ഇതിപ്പോ കുന്നിന്റെ മേലെ കൊണ്ട് ബിൽഡിംഗ് കൊണ്ട് വെച്ചാല് ഇത് സാൻഡ് സ്ലൈഡ് അങ്ങനത്തെ കുറെ സംഭവം ഉണ്ടാവില്ല. അപ്പൊ എത്ര പേരാണ് നശിക്കുന്നത്, മരിച്ചു പോകുന്നില്ല എത്രയോ പേര്. ബന്ധപ്പെട്ട പ്രോഗ്രാം വന്ന എല്ലാ കുട്ടികൾക്കും എന്റെ സ്പെഷ്യൽ നന്ദി.